എൻ്റെ പേര് സംയമി പ്രമോദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ CMA USA ഫുള്ളി ക്വാളിഫൈഡ് ആയി. പാർട്ട് 1-ൽ 380 പാർട്ട് 2-ൽ 370 ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ചാണക്യ ബിസിനസ് സ്കൂൾ ചൂസ് ചെയ്തത് അവരുടെ ഒരു ഡെമോ ക്ലാസ് ഞാൻ കണ്ണൂർ വെച്ച് അറ്റൻഡ് ചെയ്തിരുന്നു. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരുന്നു ചാണക്യ ബിസിനസ് സ്കൂൾ. ഫാക്കൽറ്റീസ് വളരെ സപ്പോർട്ടീവാണ്. എല്ലാ സെക്ഷൻസും വളരെ ക്ലിയർ ആയിട്ടാണ് പഠിപ്പിക്കൽ. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത്രയും മനസ്സിലാവുന്ന അത്രയും പറഞ്ഞു തന്നിട്ട് അവർ വിടുള്ളൂ. പിന്നെ അജീസ് സാറും അഖിൽ സാറെല്ലാം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമിന് ടെൻഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അവരോട് ഒന്ന് വിളിച്ചാൽ അവരെല്ലാം ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തരും. അജീസ് സാറാണ് മൊത്തമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് കൂടുതലും. ചാണക്യ റീടേക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എക്സാം വളരെ ഹാപ്പി ആയിട്ടും റിലാക്സ് ആയിട്ടും എഴുതാൻ പറ്റിയിരുന്നു. ഞാൻ സമമിൻ്റെ അമ്മയാണ്. സമമി ആദ്യം പഠിക്കാനുള്ള നല്ലൊരു കുട്ടിയേനും. LKG മുതലേ എല്ലാത്തിലും ഫസ്റ്റാണ്. പഠിപ്പ് മാത്രമല്ല, പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം പഠിക്കുന്ന സമയം അവൾ പറഞ്ഞേനു എനിക്കമ്മേ സയൻസ് വേണ്ട, ഞാൻ കോമേഴ്സേ പഠിക്കുമെന്ന് പറഞ്ഞ്. ചാണക്യയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, ക്ലാസ് ഉണ്ട്, പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓളും അവളെ 2 ഫ്രണ്ട്സും കൂടി പോയി വന്നേരം ഓള് പറഞ്ഞ് അമ്മേ നല്ല ക്ലാസ്സാണ്, ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ. അപ്പോൾ കോഴിക്കോട് പോയി. നമ്മളാദ്യം പോയി അടുത്ത ചുറ്റുപാടെല്ലാം നോക്കുമ്പോൾ അപ്പോൾ അടിയുള്ള സ്റ്റാഫായാലും ടീച്ചേഴ്സ് ആയാലും എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട് ഓള് കോഴിക്കോട് ആദ്യം ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. 1 കൊല്ലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് അതിന് ശേഷം അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ടെല്ലാം വന്ന ശേഷം ഓള് പറഞ്ഞ് 2ാമത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞ അമ്മേ എനിക്ക് ഹോസ്റ്റൽ വേണ്ട, ഞാൻ ദിവസം പോയിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ദിവസം പോയി വരുന്നത് ഒരു ബുദ്ധിമുട്ടായിപ്പോന്നൊരു വിഷമം ഉണ്ടായിന്. പിന്നെ ഓള് പറഞ്ഞ് ഞാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഓള് ദിവസം രാവിലെ 7 മണീൻ്റെ ട്രെയിനിന് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് പോകും. ആ ബ്ലോക്കും കാര്യമെല്ലാം ഇവിടെ എത്തുമ്പോൾ പിന്നെയും ബ്ലോക്കും കാര്യമെല്ലാകുമ്പോൾ പിന്നെയും ലേറ്റായി പോകും. അതുകൊണ്ട് ഓള് ചുവക്ക് നിന്നിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് നിന്നിട്ടാണ് പഠിച്ചതല്ലോ. ഇപ്പോൾ സെക്കൻഡ് CMA ഫസ്റ്റ് പാർട്ടായാലും സെക്കൻഡ് പാർട്ടായാലും കിട്ടി. നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഫാമിലി ഹാപ്പിയാണ്. ഈ കാണുന്ന പോലെയല്ല നമ്മളെപ്പോൾ അടിയാണ്. ചേച്ചി എപ്പോഴും ഫോൺ നോക്കുന്ന ആളുണ്ട്. പക്ഷെ പരീക്ഷ നമ്മൾക്ക് ഫുൾ മാർക്കാ അല്ലെങ്കിൽ നല്ല മാർക്കായിട്ട് പാസ്സായിട്ട് കാണലുണ്ട്. അതെനിക്ക് എന്നാ അറിയില്ല, ചേച്ചിക്ക് മാത്രം അങ്ങനത്തെ ഒരു കഴിവ് കാണുന്നുണ്ട്. ചേച്ചിയാണ് പറഞ്ഞത് BCom നല്ല കോഴ്സാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ചേച്ചി എടുത്ത പോലെ CMA തന്നെ എടുക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. സമയമി എൻ്റെ ഏട്ടൻ്റെ മകളാണ്. അവൾ BBA കഴിഞ്ഞ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അവളുടെ മനസ്സിലൊരു CMA ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ CMA എടുത്ത ഇതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചാണക്യൻ്റെ ഒരു ഡെമോ കണ്ണൂരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ പോയത്. അപ്പോൾ അവർക്ക് അതിൽ കൂടാതെ അതിൽ മുന്നേ തന്നെ കുറേ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇത് അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചാണക്യ തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. സ്കൂളിലത്തെ എല്ലാ കോമ്പറ്റീഷനും ഇടപെടും. അതിനൊക്കെ ഫസ്റ്റ് തന്നെ വാങ്ങിയിട്ട് വരികയും ചെയ്യും. അത് അതേപോലെ തന്നെ ഈ ഒരു ഏജ് വരെ എനിക്ക് തോന്നുന്നു അവൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്, പഠിപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും.